നമസ്കാരം. പത്തനംതിട്ടയിൽ നടന്ന കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ ഞെട്ടലാണ്. ഭാര്യയും സുഹൃത്തും തമ്മിൽ അവിഹിത ബന്ധമെന്ന സംശയത്തെ തുടർന്നാണ് പ്രതി ഭാര്യയെയും കാമുകനെയും കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. വൈഷ്ണവിയുടെ പക്കൽ നിന്നും കണ്ടെടുത്ത രഹസ്യ ഫോണിൽ കാമുകനായ വിഷ്ണുവിനയച്ച ചുംബന ഇമോജിയാണ് ഭർത്താവായ ബൈജുവിനെ ഈ ആക്രമണം നടത്താൻ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇത് കണ്ടതോടെ വാളുമായി വൈഷ്ണവിയുടെ പിറകെ ഇയാൾ ഓടുകയും കാമുകന്റെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. പിന്നീട് കാമുകനെയും കൊന്നു. തോളിൽ കൈയിട്ട് നടന്ന സുഹൃത്ത് ചതിച്ചതും പക ഇരട്ടിയാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് കലഞ്ഞൂർ പാടത്ത് നാടിനെ ഞെട്ടിച്ച കൊലപാതകമുണ്ടായത്. വൈഷ്ണവി, വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഭാര്യ വൈഷ്ണവിയും സുഹൃത്ത് വിഷ്ണുവും തമ്മിൽ അവിഹിത ബന്ധം എന്ന് സംശയിച്ചായിരുന്നു ഭർത്താവ് കൊലപാതകം നടത്തിയതെന്നാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വീട്ടുകാരുടെ എതിർപ്പുകൾ പോലും മറികടന്നാണ് വൈഷ്ണവിയെ ബൈജു ജീവിത സഖിയാക്കിയത്. 2 മക്കളുമായി ഒറ്റമുറി വീട്ടിലായിരുന്നു ഇവരുടെ ജീവിതം. തടിപ്പണിക്ക് പോയി കിട്ടുന്ന കാശ് മിച്ചം പിടിച്ചുണ്ടാക്കിയ വീട് പൂർത്തിയാകുന്ന ഘട്ടവും എത്തിയിരുന്നു. അതിനിടയിലാണ് ഭാര്യ വൈഷ്ണവിയും ഒറ്റ സുഹൃത്തായ വിഷ്ണുവും തമ്മിൽ അടുപ്പമുണ്ടെന്ന സംശയം ബൈജുവിനുണ്ടായത്. ഉറ്റ ചെങ്ങാതിയായ വിഷ്ണുവും പുതിയ വീട് പണിയുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ബൈജുവിന്റെ വീടിന് തൊട്ടടുത്ത് വാടകയ്ക്ക് താമസം തുടങ്ങിയത്. എല്ലാ സഹായവും നൽകിയതും ബൈജുവാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരവും തടിപ്പണി കഴിഞ്ഞ് ഒരുമിച്ചാണ് ഇരുവരും വീടുകളിലെത്തിയത്. ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് വൈഷ്ണവിയുടെ കയ്യിലെ രഹസ്യ ഫോണ് ബൈജു കണ്ടെത്തിയത്. പിടിച്ചുവാങ്ങി പരിശോധിച്ചപ്പോൾ അതിൽ വിഷ്ണുവിന് അയച്ച വാട്സപ്പ് മെസ്സേജുകൾ മാത്രമാണ്. രഹസ്യ ചാറ്റുകളുടെ പേരിൽ പിന്നീട് ബൈജുവും വൈഷ്ണവിയും തമ്മിൽ പൊരിഞ്ഞ വഴക്കായി. അടി കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ വൈഷ്ണവി ഇറങ്ങി ഓടി അടുത്തുള്ള വിഷ്ണുവിന്റെ വാടക വീട്ടിലേക്ക് എത്തി. 2 മക്കളെയും നോക്കണമെന്ന് അടുത്ത ബന്ധുക്കളെ ഫോൺ വിളിച്ചറിയിച്ച ബൈജു കയ്യിൽ കിട്ടിയ കൊടുവാളുമായി വൈഷ്ണവിയുടെ പിന്നാലെ പോയി. വിഷ്ണുവിന്റെ വീട്ടുമുറ്റത്തിട്ട് ഭാര്യയെ വെട്ടിനുറുക്കി. ശബ്ദം കേട്ട് പുറത്തിറങ്ങി വന്ന വിഷ്ണുവിനെയും ആക്രമിച്ചു. ഭാര്യയെയും കാമുകനെയും വെട്ടിനുറുക്കിയെന്ന് സുഹൃത്തുക്കളെ അപ്പോൾ തന്നെ ബൈജു വിളിച്ചറിയിച്ചു. അവരാണ് പിന്നീട് പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തിയതും ആയുധമടക്കം കൈമാറി ബൈജു കീഴടങ്ങി. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ വൈഷ്ണവിയും ഭർത്താവും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടായിരുന്നു. വഴക്കിനെ തുടർന്ന് യുവതി വീട്ടിൽ നിന്നും ഇറങ്ങിയോടുകയായിരുന്നു. പിന്നാലെ എത്തിയ ബൈജു വഴിയിൽ വെച്ചും വഴക്കുണ്ടാക്കി. തുടർന്ന് വിഷ്ണുവിന്റെ വാടക വീട്ടിലേക്ക് ഓടിക്കയറിയ വൈഷ്ണവിയെ ബൈജു കൊടുവാൾ കൊണ്ട് തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു. ഇവർക്ക് 10, 5 വയസ്സ് വീതമുള്ള 2 കുട്ടികളാണുള്ളത്. വിഷ്ണു കുറിഞ്ഞി സ്വദേശിയാണ്. അവിവാഹിതനായ ഇയാൾ മാതാവിനൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. വിഷ്ണുവും ബൈജുവും ആശാരി പണിക്കാരാണ്. ഇരുവരും ഒന്നിച്ച് പണിക്ക് പോകുന്നവരായിരുന്നു. സുഹൃത്തുക്കളായവർ തമ്മിലുണ്ടായ തർക്കവും കൊലപാതകവും കണ്ട ഞെട്ടലിലാണ് കലഞ്ഞൂർ വാസികൾ.